നിങ്ങൾ ഇരട്ടകളാണെന്ന് ആർക്കെങ്കിലും അറിയാമോ? എനിക്കൊന്ന് ഷേപ്പിൽ അങ്ങനെ വരുന്നില്ല. സ്കൂളിലൊക്കെ ചെല്ലുമ്പോൾ അങ്ങനെ ചോദിക്കുമോ? പറഞ്ഞാലല്ലേ ചിലർക്ക് അറിയത്തില്ല. ഈ ഗവൺമെന്റ് സ്കൂളിൽ പഠിപ്പിക്കുന്ന അധ്യാപകർ പോലും അവരുടെയൊക്കെ മക്കളെ CBSE സ്കൂളിൽ പഠിപ്പിക്കുന്ന കാലഘട്ടത്തിലാണ് ഈ കുഞ്ഞുങ്ങൾ പൊതുവിദ്യാലയത്തിൽ പഠിച്ച് ഈ അഭിമാനകരമായ നേട്ടം കൈവരിച്ചത്. കണ്ടു പഠിക്കണം ഈ കുഞ്ഞുങ്ങളെ കേട്ടോ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുപോലെ നല്ലൊരു വിജയം കിട്ടിയതിൽ അതിലും വളരെ അധികം സന്തോഷമുണ്ട്. സത്യം പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം. ഇരട്ടി മധുരമാണല്ലേ. സർക്കാർ സ്കൂളിൽ പഠിച്ചിട്ട് മിന്നും വിജയം നേടിയ രണ്ട് മിടുക്കികളാണ് കേട്ടോ. ഇവരെ ഇരട്ടകൾ കൂടിയാണ്. പറഞ്ഞാലും വിശ്വസിക്കത്തില്ല. ഒരാൾക്ക് 1200-ൽ 1200 മാർക്കും ഒരാൾക്ക് 1178. 22 മാർക്കിന്റെ കുറവേ ഉള്ളൂ. ഏറ്റവും എടുത്തു പറയേണ്ട അഭിമാനകരമായ നേട്ടം എന്ന് പറഞ്ഞാൽ ഈ കുഞ്ഞുങ്ങൾ 1 മുതൽ +2 വരെയും സർക്കാർ സ്കൂളിൽ പഠിച്ചിട്ടാണ്, പൊതുവിദ്യാലയത്തിൽ പഠിച്ചിട്ടാണ് ഈ അഭിമാനകരമായ നേട്ടം കൈവരിച്ചത്. നിരഞ്ജനെ നീരജ്. ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ പുത്തൂര് പൊരീക്കൽ എന്ന് പറഞ്ഞ സ്ഥലമാണ്. രണ്ടുപേരും പുത്തൂർ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പഠിച്ചത് അല്ലേ? 1 മുതൽ 7 വരെ എവിടെയായിരുന്നു പഠിച്ചത്? ഗവൺമെന്റ് UP സ്കൂൾ മുക്കൂട്. അത് കഴിഞ്ഞിട്ട് പുത്തൂര് വന്നല്ലേ? സന്തോഷമുണ്ടോ രണ്ടുപേർക്ക്? വളരെ സന്തോഷം. ഇവിടെ സംസാരിക്കുമ്പോണ്ടല്ലോ നമുക്ക് കൂടുതൽ അറിവുകൾ കിട്ടുവാണ്. പുസ്തകം കാണാപ്പാടം പഠിച്ച് ഒരു 1100 മാർക്ക് മേടിച്ചതല്ല വലിയ സംഭവം. അതൊരിക്കലും അല്ല. അങ്ങനെ വേണമെന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാല് അത് കിട്ടാൻ പിന്നെ പാടാവത്തേ ഉള്ളൂ. സത്യത്തിൽ നമ്മളിപ്പോ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട അറിവ് കൂടുതൽ ഉണ്ടാക്കണം. സമൂഹത്തെ മനസ്സിലാക്കാനുള്ള സമയമാണ്, പ്രത്യേകിച്ച് ഈ അഡോളസെൻസ് പീരീഡ് എന്ന് പറയുന്നത്. നമ്മൾ ലോകത്തിനെ മനസ്സിലാക്കണം, കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം. അതിനുള്ള സമയമാണ്. അതിന്റെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് നല്ല മാർക്കും നല്ല കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടിക്കോളും. നല്ലൊരു വ്യക്തിയായി കൂടി വളരുക അല്ലേ? പുസ്തകം കാണാപ്പാടം പഠിച്ചിട്ട് കാര്യമില്ല, സമൂഹത്തെ മനസ്സിലാക്കാൻ നല്ലൊരു വ്യക്തിയായി മാറുക എന്ന വലിയ സന്ദേശമാണ് നിരഞ്ജനയും നീരജയും സമൂഹത്തിൽ നൽകുന്നത്. എന്തായാലും ഒരുപാട് സന്തോഷം. നമുക്ക് ഇവരോട് കൂടുതൽ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം. പിന്നെ ഇവള് ബയോളജി സയൻസ്, ഞാൻ കമ്പ്യൂട്ടർ സയൻസ്. അപ്പൊ ഞങ്ങള് നല്ല വ്യത്യസ്ത ഇൻട്രസ്റ്റ് ഒക്കെ ആണെങ്കിലും മൊത്തത്തിൽ ഞങ്ങള് പഠിക്കുന്ന രീതിയൊക്കെ ഒരുപോലാണ്. ഇൻഡിപെൻഡന്റ് ആയിട്ടാ പഠിക്കുന്നത്. എന്നാലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അവളോട് ചോദിക്കും. പിന്നെ അങ്ങനെ ഡൗട്ട് ക്ലിയറൻസ്. എനിക്കിപ്പം ബയോളജി ഞാൻ പഠിക്കാത്തപ്പോ ചില പരീക്ഷകൾ എൻട്രൻസ് എക്സാമിനൊക്കെ ബയോളജി വരും. അപ്പൊ ബയോളജി എനിക്ക് അറിയത്തില്ല. അപ്പൊ ഇവൾക്ക് ബയോളജി പഠിക്കും. ഇവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സബ്ജക്റ്റും ബയോളജി. അപ്പോൾ അവള് നന്നായിട്ട് എന്നെ ഹെൽപ്പ് ഒക്കെ ചെയ്യാറുണ്ട്. ഇപ്പൊ ഞാൻ എഴുതാൻ പോകുന്ന എക്സാമിന് എനിക്ക് ബയോളജി വേണം. അപ്പൊ എനിക്ക് ഒന്നും അറിയാത്തതായതുകൊണ്ട് ഇവള് നന്നായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യും. മാത്സ് ആണെങ്കിലും എനിക്ക് ഇച്ചിരി ഒരു വീക്ക്നെസ് ഉള്ള സബ്ജക്റ്റ് ഇവള് നന്നായിട്ട് എക്സൽ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവള് എന്നെ സഹായിക്കും. അമ്മയും അച്ഛനും എൻ്റെ ക്ലാസ് ടീച്ചർ ശോഭ ടീച്ചറെ എനിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എനിക്ക് പിന്നെ ഞങ്ങളെ ഹൈസ്കൂൾ മുതലേ ഈ പറഞ്ഞ പഠിത്തം മാത്രമല്ല, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ ഞങ്ങൾ രണ്ടുപേരും ആക്റ്റീവ് ആയിരുന്നു. അപ്പൊ അതിന് ഒരു വളരെയധികം ഹെൽപ്പ് ചെയ്ത് ഹൈസ്കൂളിലെ ടീച്ചർമാരുണ്ട്. സിബി സാറ്, പിന്നെ പ്രദീപ് സാറ്, അരുൺ സാറ്, അർച്ചന ടീച്ചർ, അങ്ങനെ എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. പിന്നെ അമ്മയും അച്ഛനും പിന്നെ പറയണ്ടല്ലോ, എല്ലാ സപ്പോർട്ടും ഉണ്ട്. അനിയത്തിയുണ്ട്. എനിക്ക് ബുക്കിഷ് സ്റ്റഡിയോട് വലിയ താല്പര്യമില്ല. എക്സ്ട്രാ കരിക്കുലർ എല്ലാത്തിലും ഇൻവോൾവ് ആയി ഒക്കെ എല്ലാ മത്സരങ്ങളും പാർട്ടിസിപ്പേറ്റ് ചെയ്ത് നമ്മുടെ സോഷ്യൽ സ്കിൽസ് കൂടെ വളർത്തി പഠിക്കുന്നതിനോടാണ് എനിക്ക് താല്പര്യം. അപ്പോൾ എല്ലാവരും ബുക്കിഷ് പഠനം ഒഴിവാക്കി നമ്മുടെ കഴിവുകളെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്രവർത്തനങ്ങളൂടെ ചെയ്യുക. പുസ്തകം മാത്രം പഠിക്കരുത്. ഇതെൻ്റെ അച്ഛനാണ്. അച്ഛൻ ആർമിയിലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ബാങ്കിൽ കയറി ഇപ്പം റിട്ടയർഡ് ആയിട്ട് 2 വർഷമായി. അച്ഛൻ്റെ പേര് ബാബുക്കുട്ടൻ. അമ്മയാണെങ്കിൽ ടീച്ചറാണ്. ഞാൻ UP സ്കൂളിൽ പഠിച്ച സ്കൂളിലെ ടീച്ചറാണ്. അമ്മയുടെ പേര് താര. പിന്നെ അനിയത്തി നീരദ. അവള് 8ാം ക്ലാസ്സിന് കഴിഞ്ഞ് ഇനി 9ലോട്ട് പോവാ. എൻ്റെ പ്രതീക്ഷയ്ക്കൊപ്പം തന്നെ അവർ പെർഫോം ചെയ്തു എന്നുള്ളത്. ആ പെർഫോമൻസ് കിട്ടുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന സന്തോഷം റിയലി ഇറ്റ്സ് വണ്ടർഫുൾ. നല്ല സ്വാതന്ത്ര്യം കൊടുത്തിട്ട് തന്നെയാണ് അവരെ പഠിപ്പിച്ചതും. അല്ലാതെ പിടിച്ചിരുത്തി പഠനം എന്ന് മാത്രമൊന്നും നിർബന്ധിച്ചിട്ടേ ഇല്ല. അവർക്കും അത് അത്ര താല്പര്യമുള്ള കാര്യമല്ല. അവരെ അവരുടെ വഴിക്ക് വിട്ട് അവരുടെ സ്വാതന്ത്ര്യത്തിന് അങ്ങനെ വിട്ട് അവർ പക്ഷേ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മളുടെ ഒരു സ്വപ്നത്തിനനുസരിച്ചും അവർ മുന്നോട്ട് തന്നെ പോയി. നല്ല റിസൾട്ട്, വളരെ സന്തോഷമുണ്ട്. സർക്കാർ സ്കൂളിൽ പഠിപ്പിക്കുന്ന അധ്യാപകർ പോലും മക്കള് വലിയ CBSE സ്കൂളിലാണ് പഠിപ്പിക്കുന്നത്. കുറച്ചിലാണ് സർക്കാർ സ്കൂളിൽ പഠിപ്പിക്കുന്നത്. അവിടെ നിരഞ്ജനെ നീരജയൊക്കെ വലിയൊരു അഭിമാനമാണ്. നമ്മൾ വിശ്വാസത്തിൽ എടുക്കുക എന്നുള്ളതാണ്. സർക്കാർ സ്കൂളിൽ വളരെ നല്ല അധ്യാപകരാണുള്ളത്. എല്ലാ ആവിഷ്കാര സ്വാതന്ത്ര്യവും കിട്ടുന്ന സ്ഥലമാണ് സർക്കാർ പൊതുവിദ്യാലയം എന്ന് പറയുന്നത്. ഇവരെക്കാട്ടിലും കുറച്ചുകൂടെ എക്സൈറ്റ്മെന്റ് എനിക്കുണ്ടായിരുന്നു. 2 ചേച്ചിമാർക്ക് ഫുൾ A+ ഉണ്ടെന്ന് പറയുമ്പം അവരുടെ അനിയത്തിയാവാൻ കുറച്ച് എനിക്ക് നല്ല സന്തോഷം തോന്നി.